ശ്രീനാഥിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞ് കിട്ടിയവർ ഒരുപാട് പേരുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തൊക്കെ ശ്രീനാഥിന് ഡിസപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് മറികടന്നത്? നമ്മൾക്ക് ശേഷം വന്ന ആൾക്കാർ 6 മാസം കൊണ്ടും 1 വർഷം കൊണ്ടൊക്കെ എക്സാമുകൾ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അയ്യോ ഞാനും പഠിക്കുന്നുണ്ടല്ലോ, എനിക്കൊരു ഒരു ഒരു വിഷമം എന്തുകൊണ്ട് കിട്ടുന്നില്ല, എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചു. പിന്നെ പഠിച്ചിരിക്കാം, നമ്മളുടെ ടൈം വരുമ്പോൾ ശരിയാവും, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ. പ്രിയരെ, മറ്റൊരു അഭിമാന നിമിഷം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാനാണ് ഈ വീഡിയോ. എൻ്റെ പ്രിയ വിദ്യാർത്ഥി ശ്രീനാഥ് കനറ ബാങ്കിൽ ക്ലർക്കായിട്ടും IBPS വഴി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടും നിയമിതനായിരിക്കുന്നു. ഈ വിശേഷം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എങ്ങനെയായിരുന്നു ശ്രീനാഥിൻ്റെ വിജയ വഴികളെന്ന് ശ്രീനാഥിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ശ്രീനാഥ്. വെൽക്കം. ശ്രീനാഥ്, ആദ്യം ശ്രീനാഥിനെ കുറിച്ചൊന്ന് വിശദീകരിക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എൻ്റെ പേര് ശ്രീനാഥ് എന്നാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. 2018 ഞാൻ എഞ്ചിനീയറിംഗ് കഴിയുന്നത്. അതിനുശേഷം ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഫീൽഡിൽ ഞാൻ കുറച്ച് എക്സാമുകൾ എഴുതി. അപ്പോൾ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സാധിക്കാത്ത കൊണ്ട് 2022 മാർച്ച് തൊട്ട് ഞാൻ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 2022 മാർച്ച് മുതൽ. അപ്പോൾ ഇപ്പോൾ 2025 മാർച്ചായി. അപ്പോൾ 3 കൊല്ലമായി. പക്ഷേ ഒരു 6 മാസം ഈ പരീക്ഷകൾ എഴുതി റിസൾട്ട് എന്നൊക്കെ നിലയ്ക്ക് എങ്ങനെയായിരുന്നു വിജയ വഴികൾ? എങ്ങനെയായിരുന്നു? ആദ്യകാലങ്ങളിൽ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ടാകാം. എങ്ങനെയായിരുന്നു പൊതുവിൽ? സാർ, ആദ്യം ഞാൻ വന്നപ്പോൾ ബാങ്ക് എക്സാമുകൾ വളരെ എളുപ്പമായിരിക്കും, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ നമ്മളൊരു ബേസിക് നോളജിനേക്കാൾ പുറമെ ഒരു സ്പീഡ് നമ്മൾക്ക് വേണം എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ ആ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. അപ്പോൾ നമ്മൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ അതിനകത്ത് നിന്നപ്പോൾ ചില സമയത്ത് പഠിക്കുന്നത് കുറവാകുമ്പോൾ അപ്പോൾ ഈ സ്പീഡ് ഒറ്റയടിക്ക് കുറഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു 2-3 വർഷമായിട്ട് എടുത്തതിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നേരത്തെ ശ്രീനാഥിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞ് കിട്ടിയവർ ഒരുപാട് പേരുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തൊക്കെ ശ്രീനാഥിന് ഡിസപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് മറികടന്നത്? നമ്മൾക്ക് ശേഷം വന്ന ആൾക്കാർ 6 മാസം കൊണ്ടും 1 വർഷം കൊണ്ടൊക്കെ എക്സാമുകൾ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അയ്യോ ഞാനും പഠിക്കുന്നുണ്ടല്ലോ, എനിക്കൊരു ഒരു വിഷമം എന്തുകൊണ്ട് കിട്ടുന്നില്ല, എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചു. പിന്നെ പഠിച്ചിരിക്കാം, നമ്മളുടെ ടൈം വരുമ്പോൾ ശരിയാവും, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കുറച്ച് കാലം കഴിഞ്ഞൊരു ആ എക്സാമിൻ്റെ ഒരു മെയിൻ പീരീഡിൽ സത്യം പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിച്ചിരുന്നു. അപ്പോൾ 2 സീസണിലെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. 22 മാർച്ചിൽ ICDയിൽ ജോയിൻ ചെയ്ത ഒരാൾ, 23-ലെയും 24-ലെയും പരീക്ഷകൾ 2 സീസണിലെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. ഇതിലെ 24-ലെ പരീക്ഷകളായപ്പോൾ ഏതാണ്ട് നല്ല ലെവൽ ഓഫ് കോൺഫിഡൻസ് എത്തിയിരുന്നോ? കോൺഫിഡൻസ് എത്തിയിരുന്നു സാർ. ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമുക്കൊരു പ്രിലിംസ് എഴുതാൻ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ, സ്പീഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ആക്യുറസി കിട്ടുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് വരുമ്പോൾ 24-ലേക്ക് വരുമ്പോൾ പ്രിലിംസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കൂടെ നോക്കിയാൽ മതി, നമ്മുടെ ഒരു ലക്കും കൂടെ ഒരു ഫാക്ടറാണല്ലോ. അപ്പോൾ അതും കൂടെ ശരിയാകുമ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു കോൺഫിഡൻസിലാണ് എക്സാമുകളൊക്കെ പോയി എഴുതിയത്. പിന്നെ ശ്രീനാഥിൻ്റെ ഒരു ICD ദിവസം എങ്ങനെയായിരുന്നു? ജനറലി പൊതുവിൽ എത്ര സമയം പഠിക്കും, എങ്ങനെയൊക്കെ ആയിരുന്നു? സാർ, ഞാൻ മിക്കപ്പോഴും എൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു പകുതി മുക്കാൽ സമയവും ഞാൻ ICD തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ക്ലാസ്സുകളൊന്നും കളഞ്ഞിട്ടില്ല. ഒരുവിധം എല്ലാ ക്ലാസ്സുകളും കൺസിസ്റ്റൻ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി പഠിക്കാൻ വരുന്നവരും അണ്ടർസ്കോർ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നില്ല എന്ന വാചകം. പിന്നെ രാവിലെ നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു 4-5-6 മാസക്കാലം രാവിലെ തന്നെ എഴുന്നേക്കാൻ ശ്രമിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മോക്കടിക്കും. അത് കഴിഞ്ഞൊരു പേപ്പർ വായിക്കാൻ ഞാൻ ഡെയിലി ശ്രമിച്ചിരുന്നു. എൻ്റെ പ്രിപ്പറേഷൻ്റെ എനിക്ക് തോന്നുന്നൊരു 80% ദിവസവും ഞാൻ പേപ്പർ വായിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളോടും പറയാനുള്ളത്.
കണക്ക് പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കും, റീസണിങ് പഠിക്കും, പക്ഷേ പത്രം വായിക്കില്ല. പത്രവായന എന്ന കാര്യം നമ്മളുടെ സ്കൂളുകളിലും കോളേജുകളിലും പ്രോത്സാഹിപ്പിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. എന്നാൽ ഇത് മത്സര പരീക്ഷാ വിജയത്തിന് വളരെ ആവശ്യം ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പത്രവായന ഈ വീഡിയോ കേൾക്കുന്ന ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക, നല്ലതുപോലെ പത്രവായനയ്ക്ക് സമയം ചെലവഴിക്കുക. ശ്രീനാഥ് അങ്ങനെ സമയം ചെലവഴിച്ചിരുന്നു എന്ന കാര്യം എനിക്കും അറിയാം. ശ്രീനാഥ് പല ദിവസങ്ങളിലും എസ്സേ ഒക്കെ എഴുതി എൻ്റെ അടുത്ത് കൊണ്ടുവരികയും അതിലെ പോരായ്മകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് ശ്രീനാഥിൻ്റെ ഭാഷയിലുണ്ടായ മാറ്റവും ടോപ്പിക്കൽ അവെയർനെസ് അതിലുണ്ടായ മാറ്റവും എനിക്ക് നേരിട്ട് നന്നായി അറിയാം. പറയൂ ശ്രീനാഥ്. സാർ, അപ്പോൾ ആ എസ്സേ എഴുതിയതിൽ ആദ്യമൊക്കെ എനിക്ക് എസ്സേ എഴുതുമ്പോൾ സാറിനൊന്ന് തരണമല്ലോ, പിന്നെ ഒരു കുറ്റം കണ്ടുപിടിക്കാതെ വെക്കണമല്ലോ എന്നുള്ള രീതിയായിരുന്നു. പിന്നെ അപ്പോൾ ആദ്യം ഞാൻ ഒരുപാട് സമയം അതിനുവേണ്ടി സമയം എടുത്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവസാനമായപ്പോൾ എനിക്കതൊരു വേറൊരു രീതിയിലൊരു ഹോബി എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറിയിരുന്നു. സമയത്തായി ഇപ്പോൾ ഒരു എക്സാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ സമയം കഴിയുന്നത് വരെ ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതെനിക്ക് എത്രയോ ബെറ്ററായിട്ട് ഇപ്പോൾ ഒരു എക്സാമിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് പോകുമ്പോഴും എനിക്ക് ഏതോ 2-3 എക്സാമുകൾക്ക് ഇതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വന്നപ്പോൾ ഈ ഞാൻ എഴുതിയ ടോപ്പിക്കുകൾ തന്നെ വന്നതുകൊണ്ട് എത്രയോ ബെറ്ററായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ആ എസ്സേ റൈറ്റിംഗ് ഒരു ഗുണം ചെയ്തിട്ടുണ്ട് സർ. അങ്ങനെ പിന്നെ ICD വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് ഞാൻ രാത്രി 7:45 വരെ ഇവിടെ തന്നെയാണ്. റൂമിൽ പോയാൽ പഠിക്കില്ല എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ രാത്രി നേരത്തെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞൊരു 10 മണി 10:30 ആകുമ്പോൾ കിടന്നുറങ്ങും. ശ്രീനാഥ്, ഇവിടെ പഠിക്കാൻ ഇനി വരാൻ ആഗ്രഹിക്കുന്ന അങ്ങനൊരു ഉദ്ദേശമുള്ള ഒരാൾക്ക് ശ്രീനാഥ് എന്ത് അനുഭവത്തിൻ്റെ സാക്ഷ്യത്തിൽ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? സർ, പലരും ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൊണ്ട് ജോലി കിട്ടാം, അല്ലെങ്കിൽ ഒരു മാജിക് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ചില ആൾക്കാർ വളരെ ലൈറ്റായിട്ട് സീരിയസ് ആയി എടുക്കാതെ എളുപ്പമാണ് എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്, പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതി വന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇതിലൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം വരെ കാത്തു നിൽക്കുമ്പോഴാണ് നിൽക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു വിജയം ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മുടെ ഊഴം വരും എന്ന ഉത്തമ വിശ്വാസത്തോടെ പഠിക്കണം. ശ്രീനാഥ്, എനിക്ക് ശ്രീനാഥിൻ്റെ വിജയത്തിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം ഇവിടെ പഠിച്ച അനേകരിൽ എനിക്ക് കൂടുതൽ അറിയാവുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ശ്രീനാഥ്. ഞാൻ തന്നെ ശ്രീനാഥിൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിരുന്നു, ശ്രീനാഥിൻ്റെ സമയം വരും, ശ്രീനാഥിൻ്റെ സമയത്തിനും ഊഴത്തിനുമായി കാത്തു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് വരുന്ന പരാജയങ്ങളൊന്നും വലിയ പ്രശ്നമാക്കേണ്ടതില്ല. എൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ ശ്രീനാഥ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്, അതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല എന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. അതാണ് ശ്രീനാഥിലുണ്ടായിരുന്ന എൻ്റെ ആത്മവിശ്വാസം. എന്തായാലും നമ്മളുടെ പാതി നമ്മൾ ചെയ്തു, ദൈവം പാതി സഹായിച്ചു. ശ്രീനാഥ് ആഗ്രഹിച്ച വലിയൊരു വിജയമുണ്ടായി. ഒരു പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു ക്ലാസ് 1 ഓഫീസർ കാഡറിൽ ജോലിയായി. ഇനിയും ധാരാളം വിജയങ്ങൾ കരിയറിലും വ്യക്തിജീവിതത്തിലും ഉണ്ടാവട്ടെ. മേ ഗോഡ് ബ്ലസ്. താങ്ക് യു. താങ്ക് യു.